സമയം 9:20 കേട്ടോ രാവിലെ. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ കുറച്ചും കൂടി പണികളൊക്കെ ബാക്കിയുണ്ട്, അതൊക്കെ ചെയ്ത് തീർക്കണം. എല്ലാ വീടുകളിലും രാവിലെ ഓഫീസിലും സ്കൂളിലും പോകാനുള്ള ഒരു വലിയൊരു തിരക്കായിരിക്കും. വേണമെങ്കിൽ അതിനെ യുദ്ധം എന്നൊക്കെ നമുക്ക് പറയാം. നമ്മളും അടുക്കളയും പിള്ളേരും ഒക്കെ കൂടിയുള്ളൊരു യുദ്ധം. ആ ഒരു മോർണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒട്ടും ഒരു റെസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കണം. അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് സമാധാനമായിട്ട് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിള്ളേർക്ക് കഞ്ഞിയാണ് രാവിലെ കഴിക്കാൻ കൊടുക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ദോശ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയാറുണ്ട് 2 പീരീഡ് ആകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് വിശക്കും. രാവിലത്തെ തിരക്കിലേ അവർ കുറച്ചൊക്കെ കഴിച്ചിട്ട് പോവുള്ളൂ. നമ്മൾ കഞ്ഞി കൊടുക്കുമ്പോൾ എന്തായാലും ഒരു 5-6 ടീസ്പൂൺ നമ്മളിങ്ങനെ വാരി കൊടുക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും അവരുടെ ഉള്ളിൽ ചെല്ലുകയും ചെയ്യും. അവർക്ക് കുറച്ച് കൂടുതൽ നേരം സമാധാനമായിട്ട് വിശക്കാതെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും പറ്റും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കഞ്ഞിയാക്കിയത്. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കഞ്ഞി രാവിലെ ഞാൻ കഴിക്കുകയാണ്. കഞ്ഞി കുടിച്ച് ഒന്ന് ചാർജ് ആയതിനു ശേഷം പിന്നെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി എടുക്കുകയാണ്. ഇവിടെ നന്നായിട്ട് മണ്ണുണ്ട്. പിള്ളേർ ഓടിക്കളിച്ചിട്ടും അങ്ങനെ ചവിട്ടി കയറിയിട്ടൊക്കെ ആയിട്ട് നിറയെ മണ്ണാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞു. പിന്നെ നമ്മുടെ ഷൂസ്, ചെരുപ്പ് ഇതൊക്കെ ആ റാക്കിലെടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്ത് മഴ ചാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ അങ്ങനെ കാര്യമായിട്ടും പെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഈ തൂക്കിയിട്ടിരിക്കുന്ന ഈ പ്ലാന്റ്സിനൊന്നും വെള്ളം കിട്ടില്ല. അപ്പം നമ്മളത് ഡെയിലി ഒഴിച്ചു കൊടുക്കണം. ഇപ്പം മഴ ഉള്ള സമയമായതുകൊണ്ട് മണ്ണ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് മണ്ണ് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് ഒഴിച്ചതാണ്. ഇപ്പോൾ മണ്ണൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരാണ്. നമ്മുടെ മരമുല്ല നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയ ചെറിയ ഇലകൾ ഒരുപാട് വീഴും. അപ്പോൾ അത് ഇങ്ങനെ ഈ മെറ്റലിൽ അടിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ചൂലുകൊണ്ട് അത് വേഗം പോകുള്ളൂ. മുറ്റടിച്ച് വാരിയിട്ട് ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സ് അലക്കാനുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പിള്ളേർ പോകുന്നതിന് മുമ്പ് ഒരു ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ എടുത്തു. ഇനി 2ാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ലിക്വിഡ് ആയാലും നമുക്ക് ഡയറക്റ്റ് തുണിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്ന ഇതിലൊന്നും ഞാൻ ഒഴിച്ചു കൊടുക്കാറില്ല. ഞാനിങ്ങനെ ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് വേഗം തന്നെ അത് ഓണാക്കി കൊടുക്കും. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പിലിട്ട തുണികളൊക്കെ ഒന്ന് വിരിച്ചിടണം. ഇനി നമുക്ക് ചോറ് വെക്കണം. അപ്പോൾ രാവിലെ പിള്ളേർക്ക് കൊടുത്തു വിടാനുള്ള ചോറും കഞ്ഞിയൊക്കെ കുക്കറിലാണ് ഉണ്ടാക്കിയത്. അത് അവർക്ക് കൊടുത്തു വിട്ടിട്ട് കുറച്ച് ചോറ് എനിക്കും ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ പിള്ളേർക്ക് കഴിക്കാനായിട്ട് കഞ്ഞിയും ചെറുപയറുമാണ് കൊടുത്തത്. പിന്നെ ഉച്ചക്ക് ആണെങ്കിൽ ചോറും അതുപോലെ ചെറുപയറും കുറച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്തതും പിന്നെ സോയാ ചാൻസും പിന്നെ മുട്ടയും കൂടി പൊരിച്ചു കൊടുത്തട്ടോ. ഇനി നമ്മൾ അന്ന് എടുത്ത കുടപ്പുളി ഉണക്കണ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ കുടപ്പുളി ഇത്ര ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ചോറുണ്ടാക്കിയതിന് ശേഷം ആ കനലിൽ കുടപ്പുളി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയത്. ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കണം, കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം. ഇതെന്താണെന്ന് അറിയാവോ? കട്ടിയുള്ള നൂലിലെ മെഴുക് തേച്ചിട്ടുള്ളതാണ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വർഷക്കാലത്ത് അടുപ്പൊക്കെ കത്തി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതൊരെണ്ണം കത്തിച്ച് ചിരട്ടയിലൊക്കെ വെച്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചധികം നേരം ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തീ പിടിപ്പിക്കാൻ എളുപ്പമായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതിനധികം പൈസ ഒന്നുമില്ല. ഇത് നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാനിത് തീരുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് വെക്കാറുണ്ട് കേട്ടോ. ചോറിനുള്ള വെള്ളവും അതുപോലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വാരാനുണ്ട് കേട്ടോ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാലേ മൊത്തത്തിലൊരു ഏകാന്തതയാണ്. അപ്പോൾ എനിക്ക് ആകെ കൂട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ കിറ്റിപ്പൂച്ചയാണ് കേട്ടോ. ഇവനെങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. മുമ്പൊക്കെ എന്ന് വെച്ചാൽ ആൾക്ക് പുറത്തേക്ക് പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഈ ആൾ വലുതായി കഴിഞ്ഞപ്പോൾ വേറെ ഈ ഭാഗത്ത് കുറേ പൂച്ചകളുണ്ട്. ആരും വളർത്തുന്ന പൂച്ചകളൊന്നുമല്ല. പക്ഷെ അവിടെ വേറൊരു പൂച്ച, അവരുടെ ഒരു ലൊക്കാലിറ്റിയിൽ വേറൊരു പൂച്ച വരുമ്പോൾ അതിനെ ഉപദ്രവിക്കുക എന്നുള്ളത് അവരുടെ ഒരു പൊതുവായിട്ടുള്ളൊരു ശീലമാണല്ലോ. ഇവനെ ഇങ്ങനെ ഉപദ്രവിക്കണ കാരണേ ഇവന് പേടിയാണ് ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒട്ടും പുറത്ത് പോകുന്നില്ല, അകത്ത് തന്നെ എൻ്റെ കൂടെ ഉണ്ടാവും എപ്പോഴും. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ആകെ ഒരു ഒട്ടും ഒച്ചയും ഒന്നും ഉണ്ടാവില്ലല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് ഏകാന്തതയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ കൂട്ടുകാരനായിട്ട് കൂടെ നിൽക്കുന്ന ആളാണ് കേട്ടോ. വാ 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 ബെഡിൽ കയറി കളിക്കല്ലേ മോനെ. അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2ആളും കുറച്ച് നേരം പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ നല്ല വെയിൽ വന്നേക്കുന്നു. അപ്പോൾ കുടപ്പുളിയൊക്കെ ഒന്ന് വെയിലത്തിടാന്ന് വെച്ചിട്ട് പോയി. അങ്ങനെ വെയിലത്ത് കുടപ്പുളി ഇട്ടിട്ട് ഞങ്ങൾ തിരിച്ച് അകത്തേക്ക് തന്നെ പോകാൻ. അകത്ത് ഇനിയും ഉണ്ട് പരിപാടികൾ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ വെയിൽ കണ്ട് കൊതിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ എപ്പോഴാണ് മഴ വരാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ള വെയിൽ വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ കുടപ്പുളി വെയിലത്തിട്ട്, അല്ലെങ്കിൽ ഇതെന്തായാലും പൂത്ത് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
എടാ 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 ഇന്നടാ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം കൊണ്ട്. അപ്പോൾ ദേ അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുകയാണ്. ഈ ചോറ് നമുക്ക് രാത്രിയിലത്തേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴേ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലേക്ക് നമുക്ക് ബുദ്ധിമുട്ടുണ്ടല്ലോ. പണികളുടെ ഇടയിലേ നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ മീൻ എന്ന് പറഞ്ഞാലേ നിറയെ മുള്ളുള്ള മീനാണ്. അപ്പോൾ ഇവിടെ പിള്ളേർക്കൊന്നും അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആളുടെ നിന്ന് മീനൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമുക്ക് മീൻ വാങ്ങിക്കണം. മീൻ വാങ്ങിച്ചിട്ട് വൈകുന്നേരം കറി വെക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് എന്തായാലും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കുള്ള കറികളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്, തുടക്കാനും അതുപോലെ തന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ പിള്ളേർക്ക് വൈകുന്നേരം കൊടുക്കാനുള്ള ഫുഡിൻ്റെ കാര്യം നോക്കണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പിള്ളേർ പോകുന്നതിന് മുമ്പ് അത് ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം ഒരു 3:30 ആകുമ്പോഴേക്കും അത് നന്നായിട്ട് പുളിച്ച് പൊന്തി വരുമല്ലോ. അപ്പോൾ അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ദോശയും തേങ്ങാ ചമ്മന്തിയും. ഇതൊക്കെ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ പൊരിച്ചിട്ടുള്ള എന്തെങ്കിലും പലഹാരങ്ങളൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കാറ്. പക്ഷേ അത് അവർക്ക് അങ്ങനെ കഴിച്ചിട്ട് അവരുടെ വയറിന് കംപ്ലൈൻ്റ് ആവാൻ തുടങ്ങി. കാരണം ഉച്ചയ്ക്ക് എന്തെങ്കിലും കുറച്ച് ഫുഡ് അവർ കഴിക്കുള്ളൂ. പിന്നെ ഇത്രയും നേരം ലോങ് ടൈം അവരൊന്നും കഴിക്കാതെ ഇരുന്നിട്ട് ഈ വറുത്ത് പൊരിച്ച സംഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ അവരുടെ വയറിന് അത് പറ്റുന്നില്ല. ചെറിയ പിള്ളേരല്ലേ. അപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി. ഇപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ രാവിലെ കഞ്ഞിയും വൈകുന്നേരം നാസ്തയാണ്. രാവിലത്തെ നാസ്ത വൈകുന്നേരം ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അതൊക്കെ കഴിച്ച് വയറൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണമെങ്കിൽ ഒരു 7 മണി ആ ഒരു ടൈമിൽ അവർക്ക് എന്തെങ്കിലും പൊരിച്ചത് വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. കഞ്ഞിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കത് ഊറ്റാനാവുന്ന ഒരു ടൈം നോക്കിയിട്ട് ഊറ്റിയെടുക്കണം. അപ്പോൾ എനിക്കുള്ള ചോറൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ പയർ രാവിലത്തെ ഞാൻ പറഞ്ഞല്ലോ പയറുണ്ടെന്ന്, ആ പയറും ഉണ്ട്. പിള്ളേർക്കുള്ള ദോശയുടെ മാവാണിത്. പിന്നെ ഇതേ അവർക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഈവനിങ്ങുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സമാധാനമായിട്ടുണ്ട്. ഇനി എൻ്റെ ഒരു ഫുഡ് അത് ഇതേ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ട്. ഒരു 3:30 ആകുമ്പോഴേക്കും പിള്ളേർ വരും. അതിനുള്ളിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇരിക്കണം. എന്നിട്ട് വേണം വൈകുന്നേരത്തെ പണികളൊക്കെ പിന്നെയും തുടരാൻ.